ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ നാട്ടിലൊരു ക്ഷേത്രമുണ്ട്. പള്ളിക്കര ശ്രീ വേളയാട്ട് നരസിംഹമൂർത്തി ക്ഷേത്രം, മലപ്പുറം ജില്ലയിൽ കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അൽത്തറ. ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറി വരാനുള്ള ചവിട്ടുപടി. ഇത് ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടർ. തൊട്ടടുത്ത് തന്നെ ഊട്ടുപുര. എല്ലാ മലയാള മാസം 1-ാം തീയതി ഇവിടെ ദർശനത്തിന് വരുന്ന ഭക്തന്മാർക്ക് ഇവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കും. പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവം ആദ്യകാലങ്ങളിൽ മകരമാസം 12-ാം തീയതിയായിരുന്നു. ഇപ്പോൾ 1996 പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം കുംഭത്തിലെ രേവതി നാളിലാണ് ഈ പൂരം നടന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം, അഷ്ടമിരോഹിണി, 7 ദിവസം ശ്രീമദ് ഭാഗവത പാരായണം നടന്നിവിടെ. പിന്നെ അഷ്ടമിരോഹിണി ദിവസം ഭഗവാൻ്റെ പിറന്നാൾ സദ്യയുണ്ട്. ഇതത് ക്ഷേത്രകുളത്തേക്ക് പോകാൻ വഴിയാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ നരസിംഹമൂർത്തി തന്നെയാണ്. പിന്നെ ഉപദേവതകളായ ദേവി, അയ്യപ്പസ്വാമി, ഗണപതി എന്നീ ദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് സങ്കടാവസ്ഥയിലും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ദേവനാണ് പള്ളിക്കര ശ്രീ വേളയാട്ട് നരസിംഹമൂർത്തി. ഭക്തരുടെ മേൽ അനുഗ്രഹ കടാക്ഷം ചൊരിയുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശം. ക്ഷേത്രത്തിന് പുറത്ത് രക്ഷസ്, നാഗദൈവങ്ങൾ എന്നിവ കുടിയിരുത്തിയിട്ടുണ്ട്. ഇടക്കാലത്ത് വെച്ചിട്ട് ഇവിടെ ദേശവിളക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്
പൂത്തുതറ. പണ്ടിവിടെ പൂത്ത് നടന്നിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ക്ഷേത്രത്തിന് 2 ഭാഗം റോഡാണ്. ഇതാണ് ക്ഷേത്ര മൈതാനി. ഇവിടെ പള്ളിക്കരയിലെ നാട്ടുകാർ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. ഒരുപാട് തലമുറകൾ ഇവിടെ കളിച്ച് വളർന്ന മണ്ണാണ് ഈ ക്ഷേത്ര മൈതാനം. പള്ളിക്കരയുടെ മതസൗഹാർദ്ദത്തിന് പേര് കേട്ടതാണ് ഈ ക്ഷേത്രഭൂമി. ഇവിടുത്തെ ആഘോഷങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്നു. ദേശവിളക്ക്, അഷ്ടമിരോഹിണി, ഇവിടുത്തെ ക്ഷേത്രോത്സവം. ആ ക്ഷേത്രോത്സവം കാണാൻ ദൂരങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ വരുന്നു. ഇവിടുത്തെ വെടിക്കെട്ട് പേര് കേട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.